ഹായ് ഓൾ, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയെല്ലാം വീടുകളിൽ, അടുക്കളകളിൽ, ബന്ധങ്ങളിൽ പോലും പതിവായി സംഭവിക്കുന്ന ഒരു കൊടും ക്രൂരതയെക്കുറിച്ചാണ്. അറിയാതെയാണെങ്കിലും നാം പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചെയ്യുന്ന ഒരു തെറ്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ പങ്കാളി സ്നേഹത്തോടെ പാകം ചെയ്ത ഒരു വിഭവത്തിന് രുചി പോരാ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അയൽ വീട്ടിലെ ആൾ ഇത്ര നന്നായി കറി വെക്കുമല്ലോ, അവനൊക്കെ എത്ര നന്നായി കാര്യങ്ങൾ നോക്കുന്നു, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ അറിയാതെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ വാക്കുകൾ ഒരു കൊടുവാൾ പോലെ നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടയാൾ, നിങ്ങൾ സ്നേഹിക്കുന്നയാൾ നിങ്ങൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും. അത് അവരുടെ ആത്മാഭിമാനത്തെ തകർക്കുന്നു, അവരുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണോ അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണോ എന്ന ചിന്തയിലേക്ക് അവരെ തള്ളിവിടുന്നു. ഇത് ഒരു വ്യക്തിയെ മാനസികമായി കൊല്ലുന്നതിന് തുല്യമാണ്. അവരുടെ ആത്മാവിനെ പതിയെ പതിയെ ഇല്ലാതാക്കുന്ന വിഷം പോലെയാണത്. ഓർക്കുക, ഈ ലോകത്ത് രണ്ട് വ്യക്തികൾ ഒരുപോലെയല്ല. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും കുറവുകളുമുണ്ട്. നിങ്ങളുടെ പങ്കാളി അവർ മാത്രമാണ്. അവരെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് അവരുടെ അതുല്യമായ വ്യക്തിത്വത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഒരു പൂവിനെ മറ്റൊരു പൂവുമായി താരതമ്യം ചെയ്ത് നിനക്കതിൻ്റെ സൗന്ദര്യമില്ലല്ലോ എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. ഓരോ പൂവിനും അതിൻ്റെതായ സൗന്ദര്യവും സുഗന്ധവുമില്ലേ? അതുപോലെയാണ് മനുഷ്യരും. എത്രയോ കുടുംബങ്ങൾ ഈ താരതമ്യം ചെയ്യലിലൂടെ തകർന്നു പോയിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് തുടങ്ങിയ ഈ താരതമ്യം പിന്നീട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിക്കുന്നു. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, രൂപത്തിൽ, നിറത്തിൽ എവിടെയും താരതമ്യത്തിൻ്റെ കറുത്ത നിഴൽ വീഴുന്നു. ഇത് സ്നേഹത്തെയും വിശ്വാസത്തെയും ഇല്ലാതാക്കുന്നു. പകരം വെറുപ്പും നിരാശയും നിറയ്ക്കുന്നു. പ്രശസ്ത കവി കുമാരനാശാൻ എഴുതിയതുപോലെ, സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹം മാത്രമാണ് ഈ ലോകത്തിൻ്റെ സാരം. അവിടെ താരതമ്യത്തിനോ കുറ്റപ്പെടുത്തലിനോ സ്ഥാനമില്ല. നമുക്ക് മാറ്റം തുടങ്ങാം നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ നാവിൽ നിന്ന്. നിങ്ങളുടെ പങ്കാളി ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ പോലും അഭിനന്ദിക്കാൻ പഠിക്കുക. അവരുടെ ശ്രമങ്ങളെ അംഗീകരിക്കുക. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. അവർക്ക് തെറ്റുപറ്റിയാൽ സ്നേഹത്തോടെ തിരുത്തുക, അല്ലാതെ താരതമ്യം ചെയ്ത് വേദനിപ്പിക്കരുത്. നീ മിടുക്കിയാണ് അല്ലെങ്കിൽ നീ മിടുക്കനാണ്, നിനക്കിത് നന്നായി ചെയ്യാൻ കഴിയും എന്ന് പറയുന്ന ഒരു വാക്ക് അവർക്ക് നൽകുന്ന പ്രചോദനം എത്ര വലുതാണെന്നറിയാമോ? നിങ്ങളുടെ പങ്കാളി ഒരു മത്സരത്തിലെ എതിരാളിയല്ല, നിങ്ങളുടെ ജീവിതയാത്രയിലെ കൂടെയുള്ള ആളാണ്. ശക്തിയാണ്. അവരെ ഉയർത്തുക, താഴ്ത്തിക്കെട്ടരുത്. അവരുടെ സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷമെന്ന് തിരിച്ചറിയുക. അവർക്ക് ആത്മവിശ്വാസം നൽകുക, അല്ലാതെ ഇല്ലാതാക്കരുത്. ഓർക്കുക, നിങ്ങളുടെ വീട് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭയകേന്ദ്രമാകണം, അല്ലാതെ താരതമ്യങ്ങളുടെ യുദ്ധക്കളമാകരുത്. നമുക്കൊരുമിച്ച് ഈ വിഷം കലർന്ന പ്രവണതയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കാം. ഓരോ വ്യക്തിയും അവരവർ ആയിരിക്കുന്നതിൽ സന്തോഷിക്കാൻ അവരെ പ്രാപ്തരാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്